നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റിൽ ഐ റൈസ് എന്ന മായ അഞ്ജലിയുടെ ഒരു പോമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജനറൽ ഇംഗ്ലീഷിൽ പെടുന്ന ഒരു കവിത നോക്കാം. യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി വിച്ച് യുവർ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്. You may trod me in the very dirt, but still like dust I will rise. ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു കറുത്തവർഗക്കാരിയായിട്ടുള്ള ഒരാൾ എഴുതിയ കവിതയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കറുത്തവർഗക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് റാസിസം, വംശീയതയ്ക്കെതിരെ, അതുപോലെ തന്നെ അടിച്ചമർത്തലിനെതിരെ, ഇങ്ങനത്തെ സംഭവങ്ങൾക്കെതിരെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഈ മായ അഞ്ജലിയുടെ സ്റ്റിൽ ഐ റൈസ് എന്നുള്ള കവിത. ഇതിൽ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഒന്ന് അഗനിസ്റ്റ് റാസിസം ആൻഡ് ഓപ്രഷൻ മീൻസ് അടിച്ചമർത്തൽ, അതുപോലെ തന്നെ വംശീയത. പിന്നെ അതിൽ കാര്യമായിട്ട് പറയുന്ന ഒന്ന് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പ്രൈഡ്, ആത്മവിശ്വാസം, ആത്മാഭിമാനം എന്നുള്ള ആ സാധനങ്ങൾ. പിന്നൊന്ന് ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് അഗൈൻസ്റ്റ് ബ്ലാക്ക് പീപ്പിൾ, കറുത്തവർഗക്കാർക്ക് എതിരെയുള്ള ചരിത്രപരമായിട്ടുള്ള അവരോടുള്ള അവഗണന കാര്യങ്ങളൊക്കെ. പിന്നെ അൺബ്രേക്കബിൾ ഹ്യൂമൻ സ്പിരിറ്റ്, നമ്മളെ തകർക്കാനാവാത്ത ഈ മനുഷ്യൻ്റെ സ്പിരിറ്റ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. മൊത്തത്തിൽ 9 സ്റ്റാൻസയാണ് ഈ കവിതയിലുള്ളത്. അധിക സ്റ്റാൻസുകളും 4 ലൈനിലാണ്. അതേസമയം അവസാനത്തെ ലൈൻ എന്തുണ്ട്, ഒന്നും കൂടെ കുറച്ച് കൂടുതൽ വരികൾ ഉണ്ട്. അപ്പം ഇനി നമ്മളിതിൻ്റെ ഓരോ ലൈൻ ബൈ ലൈൻ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കുകയാണ്. യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ നിങ്ങൾക്ക് എന്നെ എഴുതാം. എങ്ങനെ? വിത്ത് യുവർ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്. ബിറ്റർ എന്ന് പറഞ്ഞാൽ കൈപ്പരസമുള്ളതാണ്. അപ്പം അതായത് ടേസ്റ്റി അല്ലാത്ത, സ്വീറ്റ് അല്ലാത്ത, മധുരമില്ലാത്ത, ട്വിസ്റ്റഡ് ലൈസ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കുക, ലൈസ് എന്ന് പറഞ്ഞാൽ കളവുകൾ. അപ്പം വളച്ചൊടിച്ച കള്ളങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ചീത്ത വാക്കുകളെ കൊണ്ടൊക്കെ ചരിത്രത്തിൽ ഒരു പക്ഷേ നിങ്ങൾ എന്നെ എന്താക്കാം, റൈറ്റ് മീ ഡൗൺ, ചരിത്രത്തിൽ നിങ്ങൾ എന്നെ ആ രൂപത്തിൽ ചിത്രീകരിച്ചേക്കാം. യു മേ ട്രോഡ് മീ, നിങ്ങൾ എന്നെ, ഈ ട്രോഡ് എന്നുള്ള സാധനം നമ്മളെ ട്രെഡ് എന്നുള്ള വേർഡിൻ്റെ V2 ആണ് കേട്ടോ. ട്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചവിട്ടി താഴ്ത്താന്നൊക്കെ പറയില്ല, അതിനാണ് ട്രെഡ് എന്ന് പറയാം. ഈ ട്രെഡിൻ്റെ പാസ്റ്റ് V2 ഫോമാണെന്ത്, ട്രോഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഉണ്ടാവും, മേ എന്നുള്ളത് മോഡലല്ലേ, മോഡൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ V2 ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, V1 അല്ലേ പറ്റുള്ളൂ. അതൊരു ഒരു പോയറ്റിക് ലൈസൻസ് ആണ്, അത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക, കവികൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നല്ലേ. അപ്പോൾ യു മേ ട്രോഡ് മീ, നിങ്ങൾക്ക് എന്താക്കാം, എന്നെ ചവിട്ടി മെതിക്കാം. ഇൻ ദ വെരി ഡേർട്ട് എന്ന് പറഞ്ഞാൽ മഡ്, ഈ ചളിയിൽ എന്താക്കുക, അങ്ങനെ ചെയ്യാം. ബട്ട് സ്റ്റിൽ, അപ്പോഴൊക്കെ എന്താവുന്നു, ലൈക്ക് ഡസ്റ്റ്, പൊടികളെപ്പോലെ, ഐ വിൽ റൈസ്, ഞാൻ എന്താവും, ഉയർന്നു വരും. അപ്പോൾ ഇവിടെ ഒരു പൊടിയെപ്പോലെ എന്ന് പറഞ്ഞിട്ടൊരു സിമിലി എന്തായിട്ടുണ്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചളിയിൽ എത്ര വേണമെങ്കിലും താഴ്ത്താം. അതുപോലെ തന്നെ ചരിത്രത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ രേഖപ്പെടുത്താം. എനിക്കതൊന്നും പ്രശ്നമല്ല. എൻ്റെ അഭിമാനം കൊണ്ട് ഞാൻ ഉയർന്നു പൊങ്ങും. പൊടി അങ്ങനെയാണല്ലോ, എത്ര ചളിയായി കഴിഞ്ഞാലും ഒരു സമയമായി കഴിഞ്ഞാൽ പൊടി അത് ഉയർന്നു വരും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഉയർന്നു വരും എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ചരിത്രത്തെക്കുറിച്ച് കട പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബൽ ഹിസ്റ്ററി കൺട്രോൾ ചെയ്യുന്നത് വൈറ്റ് പീപ്പിളാണ്, ചരിത്രകാരുടെ കയ്യിലാണ്, വെള്ളക്കാരുടെ കയ്യിലാണ്. അപ്പം അവർ ചരിത്രം എഴുതുന്ന സമയത്ത് കറുത്ത വർഗ്ഗക്കാരെക്കുറിച്ച് പല രൂപത്തിലും എഴുതിയിട്ടുണ്ടാവും, പല രൂപത്തിലും ചിത്രീകരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഞാൻ. പക്ഷേ എനിക്കതൊന്നും വിഷയമല്ല, ഞാൻ ഉയർന്നു പൊങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. ഡസ് മൈ സാസിനസ് അപ്സെറ്റ് യു, വൈ ആർ യു ബിസെറ്റ് വിത്ത് ഗ്ലൂം, കോസ് ഐ വാക്ക് ലൈക്ക് ഐ ഹാവ് ഗോട്ട് ഓയിൽ വെൽസ് പമ്പിങ് ഇൻ മൈ ലിവിങ് റൂം. ഒരു ക്വസ്റ്റ്യനാണ്. ഡസ് മൈ സാസിനസ്, സാസി പ്ലസ് നസ്, സാസിനസ്, സാസി എന്നുള്ള വേർഡിൽ നിന്നാണ് ഈ സാസിനസ് എന്നുള്ള സാധനം ഉണ്ടാകുന്നത് കേട്ടോ. സാസി എന്ന് പറഞ്ഞാൽ ബോൾഡ് എന്നർത്ഥം.
അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസമുള്ള. ഡസ് മൈ സാസിനസ്, എൻ്റെ ഈ സാസിനസ്, എൻ്റെ ഈ ബോൾഡ് അപ്സെറ്റ് യു, അത് പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? എൻ്റെ ഈ സാസിനസ് എന്താക്കുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. പിന്നെ വൈ ആർ യു ബിസെറ്റ് വിത്ത് ഗ്ലൂം. ബിസെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നതിനൊക്കെയാണ് നമ്മൾ ബിസെറ്റ് എന്ന് പറയാം. ഗ്ലൂം എന്ന് പറഞ്ഞാൽ എന്താ, ചടച്ചിട്ട് ഒരു എന്താ മുഖപ്രസന്നത ഒന്നുമില്ലാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈ ആർ യു, എന്താ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, എന്താ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നത്, എന്താ? ബിക്കോസ് എന്നുള്ള അർത്ഥം. ബിക്കോസ് ഐ വാക്ക് ഞാൻ നടക്കുകയാണ്. എങ്ങനെയെന്നറിയോ? ലൈക്ക് ഏതുപോലെ നടക്കണമെന്നറിയോ? ഐ ഹാവ് ഓയിൽ വെൽസ്. ഓയിൽ വെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ തന്നെയാണ്, എണ്ണ. വെൽസ് എന്ന് പറഞ്ഞാൽ എണ്ണൻ്റെ കിണർ. ഒരു എണ്ണക്കിണറുള്ള മാതിരി ഞാൻ നടക്കുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം? പമ്പിങ് ഇൻ മൈ ലിവിങ് റൂം, ആ സാധനം എൻ്റെ ലിവിങ് റൂമിൽ നിന്ന് തന്നെ എന്താണെന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് നാട്ടിൽ വലിയ വലിയ എണ്ണപ്പാടുള്ള ആളുകൾ നടക്കുന്ന മാതിരി ഞാൻ നടക്കുന്നത് കണ്ടുകൊണ്ടാണോ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ഇടങ്ങേറ് നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓയിൽ വെൽസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പവറാണ്, ശേഷിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തുണ്ട്, ആവശ്യത്തിനുള്ള ശേഷിയും കാര്യമൊക്കെ ഉണ്ട്. എങ്ങനെ? എൻ്റെ ആത്മവിശ്വാസം എന്നാണ് സാധനം. ഒരു പിന്നെ കിണറുള്ള ആൾ, എണ്ണപ്പാടുള്ള ആൾ എത്ര അന്തസ്സിലാണോ നടക്കുന്നത് അതേമാതിരിയാണ് ഞാൻ നടക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ഇടങ്ങേറുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈഡ് എന്നുള്ള സാധനമാണ് ഈ ഒരു സ്റ്റാൻസയിൽ എന്താകുന്നുണ്ട് ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിലൂടെ പിന്നെ ഓപ്രസ്ഡ് ആയിട്ടുള്ള ഈ ബ്ലാക്ക് പീപ്പിൾ, ഈ കവി എന്ത് ചെയ്യുകയാണെന്നറിയോ? ഈ കവിയത്രി ആരെ ഓപ്രസറായിട്ടുള്ള, അത് ചൂഷണം ചെയ്യുന്ന ആളുകളോട് അവരെന്താണ് ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വെൽത്ത് ആൻഡ് പവർ, ഈ പിന്നെ കോൺഫിഡൻസും അതുപോലെ തന്നെ ശക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താവുന്നത് ഇങ്ങനെ നടക്കുന്നത്. ഈ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് വല്ല ഇടങ്ങേറുണ്ടോ എന്നാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താണ് ചോദിക്കുന്നത്. മൂന്നാമത്തത്, ജസ്റ്റ് ലൈക്ക് മൂൺസ് ആൻഡ് ലൈക്ക് സൺസ്, നക്ഷത്രങ്ങളെപ്പോലെ അതുപോലെ തന്നെ സൂര്യനുകളെപ്പോലെ, സൂര്യനെ ഉണ്ടാവുള്ളൂ, ഓക്കെ, പോലെ. വിത്ത് സെർട്ടൈനിറ്റി ഓഫ് ടൈഡ്സ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നർത്ഥം. സെർട്ടൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള തിരമാലകളെപ്പോലെ, നക്ഷത്രത്തെപ്പോലെ, സൂര്യനെപ്പോലെ, പിന്നെ ജസ്റ്റ് ലൈക്ക് ഹോപ്സ് പ്രതീക്ഷകളെപ്പോലെ, സ്പ്രിങ്ങിങ് ഹൈ ഉയർന്ന് പൊങ്ങുന്ന, അങ്ങനെ ചാടി സ്പ്രിങ് എന്ന് പറയുന്നത് ഹൈ എന്ന് പറഞ്ഞാൽ ഉയർത്തൽ, അങ്ങനെ പൊങ്ങുന്ന ആ പിന്നെ പ്രതീക്ഷകളെപ്പോലെ സ്റ്റിൽ ഐ വിൽ റൈസ്, ഞാനെന്താവും ഉയർന്നുകൊണ്ടേയിരിക്കും, അതല്ലെങ്കിൽ ഉണരും, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഇവിടെ മൊത്തം എന്താണ് സിമിലി വെച്ചിട്ടാണ്. മൂൺസ് ആൻഡ് ലൈക്സ്, മൂൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലുള്ള നമ്മളെ മേലുള്ള കാണുന്ന സാധനങ്ങളല്ല ഈ മൂൺസും അതുപോലെ തന്നെ സൺസ്, നല്ല പ്രകാശിക്കുന്ന അതുപോലെ തന്നെ ബ്രൈറ്റായി നിൽക്കുന്ന സാധനമാണ് ഈ മൂണും ലൈക്കും അല്ല, പിന്നെ സണ്ണൊക്കെ. സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, അതുപോലെ തന്നെ ഈ തിരമാലൻ്റെ സ്വഭാവം കണ്ടിട്ടില്ലേ? തിരമാല എല്ലാ സമയത്തും എന്താ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ശക്തമായിട്ട് എന്താവുകയാണ്, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തിരമാലയെപ്പോലെ, അതുപോലെ തന്നെ ചന്ദ്രനെപ്പോലെ, സൂര്യനെപ്പോലെ, പിന്നെ പ്രതീക്ഷകളെപ്പോലെ. അപ്പോൾ അടങ്ങാത്ത പ്രതീക്ഷയോടെ, അടങ്ങാത്ത ആത്മധൈര്യത്തോടെ, അടങ്ങാത്ത ശോഭയോടെ ഞാനെന്താവും ഇങ്ങനെ ഉയർന്ന് എഴുന്നേറ്റ് പോകും എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വേറെ സാധനം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂര്യനും ചന്ദ്രനൊക്കെ ഒരു സമയത്ത് എന്താവും നമ്മളെ കൺമുമ്പിൽ നിന്ന് മറയുന്നൊരു സാധനമാണ് അല്ലേ? രാത്രിയാകുന്ന സമയത്ത് നമുക്ക് എന്താകുന്നില്ല, സൂര്യനെ കാണുന്നില്ല. പക്ഷെ പിറ്റേന്ന് വീണ്ടും ആ സൂര്യൻ എന്താകുന്നില്ല, ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൂചനയും കൂടെ എന്തുണ്ട് ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര എന്നെ ചവിട്ടി താഴ്ത്തിയാലും ഞാൻ വീണ്ടും എന്താവും ശക്തമായിട്ട് ഉയർന്ന് വരും. തിരമാലകൾ എന്താവും വന്നായിട്ട് തിരിച്ചു പോവും, വീണ്ടും അതിലും ശക്തമായിട്ട് എന്താവുകയാണ് തിരിച്ചു വരികയല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂണും കൂടെ എന്തുണ്ട് അതിലുണ്ട് കേട്ടോ. ഇനി അടുത്ത സാധനം നോക്കുക. ഡിഡ് യു വാണ്ട് എനിക്ക് ആഗ്രഹമുണ്ടോ ടു സീ മീ, എന്നെ കാണാൻ, ബ്രോക്കൺ തകർന്നതായിട്ട് എന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? അതെങ്ങനെ? ബോവ്ഡ് ഹെഡ്, തലകളൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട്, പിന്നെ ലോവേഡ് ഐസ്, കണ്ണുകളൊക്കെ ഇങ്ങനെ ആയിട്ട്, അതായത് മൊത്തം സങ്കടപ്പെട്ട് അങ്ങനെ എന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? പിന്നെ ഷോൾഡേഴ്സ്, ഇതാണ് ഷോൾഡേഴ്സ് എന്താ ഫാളിങ് ഡൗൺ, അതിങ്ങനെ കുഴഞ്ഞാടിയിട്ട്, ലൈക്ക് ടിയർ ഡ്രോപ്സ്, കണ്ണുനീർ തുള്ളികളെ പോലെ. കണ്ണുനീർ തുള്ളി എപ്പോഴും താഴോട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒക്കെപ്പാട് ഇങ്ങനെ ലൂസായി ആടി കുഴഞ്ഞിട്ട്, അപ്പോൾ ഇതൊരു കോൺഫിഡൻസ് ഇല്ലായ്മൻ്റെ ഒരു പിന്നെ അടയാളമാണ്.
കണ്ണുകളൊക്കെ തലകളൊക്കെ ഇങ്ങനെ ഓച്ചാനിച്ച് നിന്ന് കണ്ണുകളൊക്കെ ഇങ്ങനെ ഉണർവില്ലാതെ ഷോൾഡറൊക്കെ ഇങ്ങനെ താത്തിയിട്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടോ? എങ്ങനെ വീക്കെൻഡ് ബൈ മൈ സോൾഫുൾ ക്രൈസ്, വീക്കെൻഡ് എന്നെ തളർത്തിയിട്ടുണ്ട് എന്ന് പറയുക. ബൈ മൈ സോൾഫുൾ ക്രൈസ്, സോൾഫുൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ ക്രൈസുകൾ, ഉള്ളിലെ ബുദ്ധിമുട്ടുകളെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള പിന്നെന്താ വേദനകളെ ആലോചിച്ച് ഞാൻ കരഞ്ഞ് ഞാനാകെ തളർന്ന് ഉണങ്ങി അങ്ങനെ എനിക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഇതൊക്കെ എന്താണ് ഒരു ചലഞ്ച് രൂപത്തിൽ, ഒരു വെല്ലുവിളി രൂപത്തിൽ എന്താവുകയാണ്, ചോദിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചോദിക്കൂലേ എനിക്ക് അങ്ങനെ ബോധ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ, അത് അതേമാതിരി ചോദ്യം കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ഡസ് മൈ ഹോഡിനെസ് ഒഫൻഡ് യു? എൻ്റെ ഈ ഹോഡിനെസ് പറഞ്ഞാൽ എന്താ, പ്രൗഡി, ഓക്കെ, അല്ലെങ്കിൽ ഗർവ് എന്നൊക്കെയാണ്, പക്ഷേ നമുക്ക് അങ്ങനെ വെക്കണ്ട. ആ ഒഫൻഡ് യു, അത് എനിക്ക് ഇടങ്ങേറുണ്ടോ? എന്നാലേ ഡോണ്ട് യു ടേക്ക്, അതെടുക്കണ്ട. ഡോണ്ട് യു ടേക്ക് ഇറ്റ്, അതിനെടുക്കണ്ട. ഓഫുൾ ഹാർഡ്, അതൊരു വലിയൊരു പ്രശ്നമായിട്ട് കാണണ്ട. ഓഫുൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വെച്ചാൽ അങ്ങേറ്റത്തൊരു ഒരു പ്രശ്നമായിട്ട് എന്താക്കണ്ട, അത് ഈ കാര്യമായിട്ട് എടുക്കണ്ട എന്നർത്ഥം. ബിക്കോസ് കാരണം എന്താണെന്നറിയോ, ഐ ലോഫ്, എൻ്റെ ചിരിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചിരിക്കണത് എങ്ങനെയാണെന്നറിയോ, ലൈക്ക് ഐ ഹാവ് ഗോട്ട് ഗോൾഡ് മൈൻഡ്സ്, അതായത് സ്വർണ്ണഖനിയുള്ള ആൾക്കാരെ പോലെയാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണഖനി എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ആഢ്യത്വത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ അത്രയും ഒരു സ്വർണ്ണഖനിയുള്ള ആളുകൾക്ക് മീൻസ് അത്രയും പവറും പിന്നെ അതുപോലെ തന്നെ സമ്പത്തുള്ള വെൽത്തുള്ള ആളുകൾക്ക് എന്താക്കേണ്ട, ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ അവർക്ക് എത്രയും സന്തോഷത്തിൽ എന്താക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റും. അതുപോലെയാണ് ഞാൻ എന്താവണത്, ചിരിക്കണത്. അത് ഡിഗിങ് ഇൻ മൈ ഓൺ ബാക്ക് യാർഡ്, എൻ്റെ മുറ്റത്ത് നിന്ന് എന്താണ് ഡിഗ് ചെയ്തെടുക്കുന്നത്, അത് കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണഖനി എൻ്റെ മുറ്റത്ത് നിന്ന് കുഴിച്ചെടുക്കും പോലെയാണ് ഞാൻ ഈ ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടായിട്ട് നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടോ, അതിങ്ങനെ ചോദിക്കുകയാണ്. അത് കണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ കാണാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ, എൻ്റെ ഈ ചിരിയൊക്കെ കണ്ടിട്ടാണ് ഞാനൊക്കെ ചിരിക്കുന്നതെന്നാണ് ഈ രൂപത്തിൽ. അതായത് എനിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്, എനിക്കിതിൽ എന്താക്കണ്ട, ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ചില സംഭവങ്ങൾ പറയാം. യു മേ ഷൂട്ട് മീ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യാം, അങ്ങനെ വിത്ത് യുവർ വേർഡ്സ്, നിങ്ങളെ വാക്കുകളെ കൊണ്ട് വേണമെങ്കിൽ എന്താക്കുക, എന്നെ വേദനിപ്പിക്കാം, ഒന്നും കുഴപ്പമില്ല. പിന്നെ യു മേ കട്ട് മീ, എന്നെ വേണമെങ്കിൽ മുറിച്ചിടാം, വിത്ത് യുവർ ഐസ്, നോക്കിയായിട്ട് വേണമെങ്കിലൊക്കെ കണ്ണുകളെ കൊണ്ടൊക്കെ എന്താക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മുറിച്ചിടാം, അതിനൊന്നും എന്തായില്ല, കുഴപ്പമില്ല എന്നർത്ഥം. പിന്നെ അടുത്തത് എന്താ, യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്, ഹേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, നിങ്ങളെ വെറുപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തകർക്കാം, നിങ്ങൾക്ക് എന്താക്കുക, എന്നെ കൊല്ലാം. ബട്ട് പക്ഷേ സ്റ്റിൽ ലൈക്ക് എയർ, ഒരു വായുവിനെ പോലെ ഐ വിൽ റൈസ്, ഞാൻ ഉണർത്തെഴുന്നേൽക്കും. നിങ്ങൾക്കാണ് എന്താ എന്നെ ഷൂട്ട് ചെയ്യുക, ഇനി വേണമെങ്കിൽ നോക്കി പേടിപ്പിക്കുക, ഇനി വേണമെങ്കിൽ എന്താക്കുക, നിങ്ങൾ വെറുപ്പ് വെച്ചിട്ട് എന്നെ കൊല്ലും ചെയ്യാം. പക്ഷേ ഞാൻ എന്താവും, വീണ്ടും അതിൽ നിന്നൊക്കെ എന്താവും, ഉണർന്ന് വരും. എൻ്റെ ആത്മാഭിമാനത്തെ അതല്ലെങ്കിൽ എൻ്റെ ഈ പ്രൗഡിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താവില്ല, ഒരിക്കലും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത്, ഡസ് മൈ സെക്സിനെസ് അപ്സെറ്റ് യു? ഡസ് മൈ സെക്സിനെസ് അപ്സെറ്റ് യു? ഇവിടെ സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഫിസിക്കൽ അപ്പിയറൻസ് എന്നാവാം, അതല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം കൂടെ വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ നിലക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, എൻ്റെ ഈ ഫീമെയിൽ എന്നുള്ള ഐഡൻറ്റിറ്റി അത് അപ്സെറ്റ് ചെയ്യൂ, അത് പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്, അത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് കം ആസ് എ സർപ്രൈസ്? ഡസ് ഇറ്റ് കംസ്, അത് വരുന്നുണ്ടോ ആസ് എ സർപ്രൈസ്, അത് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ ദാറ്റ്, അതെന്തുകൊണ്ടാണെന്നറിയോ, ഐ ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യുന്നത് ലൈക്ക് ഏതുപോലെയാണെന്നറിയോ, ഐ ഹാവ് ഗോട്ട് ഡയമണ്ട്സ് ഉള്ള പോലെയാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, വജ്രം ഉള്ളത് പോലെയാണ്. അറ്റ് ദ മീറ്റിംഗ് ഓഫ് തൈസ്, ഇവിടെ ഒരു സാധനം പോയിട്ടുണ്ട് കേട്ടോ, മീറ്റിംഗ് ഓഫ് തൈസ്, അതായത് ഈ തുടകൾ സംഗമിക്കുന്ന സ്ഥലത്ത് വജ്രം ഉള്ളത് പോലെയാണ് ഞാൻ എന്താവണത്, ഡാൻസ് കളിക്കുന്നത്. അത് സാധാ ഡാൻസ് കളിക്കണമെന്നായിരുന്നല്ല, ഒരാൾ അത്രയും വിലപിടിപ്പുള്ളൊരു സാധനം അയാളുടെ കയ്യിലുണ്ടാകുന്ന സമയത്തുള്ള ജീവിതത്തിലുള്ളൊരു കൃത്യതയും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ്, നമുക്ക് നല്ല സമ്പത്തുണ്ടെങ്കിൽ ജീവിക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഉള്ള മാതിരിയാണ് ഞാൻ എന്താവുന്നത്, ഇവിടെ ഡാൻസ് ചെയ്യണത്. അതായത് എൻ്റെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണ്. ഇതൊക്കെയാണോ നിങ്ങൾ എന്താക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഔട്ട് ഓഫ് ദ ഹഡ്സ് ഓഫ് ഹിസ്റ്ററി ഷെയിം. ഹഡ്സ് എന്ന് പറഞ്ഞാൽ ഈ എന്താ, കുടിൽ എന്നൊക്കെ അർത്ഥം കേട്ടോ. ഈ സാധാരണ കുടിലിൽ ആരുണ്ടാവുക, വലിയ വലിയ മുതലാളിമാർ കുടിലാണ് താമസിക്കുക, അല്ല. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട, അതായത് ബ്ലാക്ക് പീപ്പിൾ, ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അടിച്ചമർത്തപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഹഡ്സ് എന്ന് പറഞ്ഞാൽ.
അപ്പം ഹിസ്റ്ററി ഷെയിം ഷെയിം എന്ന് പറഞ്ഞാൽ ലജ്ജാണ്. അപ്പം ഈ ചരിത്രത്തിൻ്റെ നല്ല ചരിത്രമല്ല അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചരിത്രത്തിൻ്റെ ഈ ലജ്ജ അതിൽ നിന്ന് പുറത്തേക്കുന്ന, അതായത് അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ ഹഡ്സ് എന്ന് പറഞ്ഞാൽ ആ കുടിലിൽ നിന്ന് ഔട്ട് പുറത്തോട്ട് എന്താവുകയാണ്, ഐ അറൈസ്, ഞാൻ എന്താവുകയാണ്, ഉയരുകയാണ്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് വഞ്ചനകൾ, ചരിത്രത്തിൽ പാടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ എന്താക്കുക, അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യുക കളറിൻ്റെ പേരിൽ, പിന്നെ അതുപോലെ തന്നെ അവരുടെ വംശത്തിൻ്റെ പേരിൽ, പിന്നെ അതുപോലെ തന്നെ പവറിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിലൊക്കെ എന്താക്കിയിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ ഉണ്ടാവാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഈ ബ്ലാക്ക് പീപ്പിൾ എന്തായിട്ടുണ്ട്, പിന്നെ അവർ അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ കുടിലുകളിൽ നിന്നൊക്കെ പുറത്തോട്ട് ഐ റൈസ്, ഞാൻ എന്താകണം, ഉയരുകയാണ്. പിന്നെ അപ്പ് ഫ്രം എ പാസ്റ്റ്, ഒരു ഭൂതത്തിൽ നിന്ന്, അതായത് ഒരു ഭൂതകാലത്തിൽ നിന്ന് ഞാൻ എന്താവാണ്, ഉയരുകയാണ്. ദാറ്റ്സ് റൂട്ടഡ് ഇൻ പെയിൻ, വേദനയിലൂന്നിയ, റൂട്ട് എന്ന് പറഞ്ഞാൽ വേരൂന്നിയ എന്നർത്ഥം. വേദനയിലൂന്നിയ ഒരു ഭൂതകാലമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഞാൻ എന്താവുകയാണ്, ഐ റൈസ്, ഞാൻ എന്താവുകയാണ്, ഉയരുകയാണ്. പിന്നെ ഐ ആം എ ബ്ലാക്ക് ഓഷ്യൻ, ഞാനൊരു കറുത്ത കടലാണ്. സാധാരണ കറുപ്പ് എന്ന് പറഞ്ഞാൽ ബലഹീനതക്കൊക്കെ വേണ്ടി സൂചിപ്പിക്കുന്നൊരു സാധനമാണ്. പക്ഷേ ഇവിടെ എന്താക്കി, അത് പോസിറ്റീവ് സെൻസിലാണ് എടുത്തത്. ബ്ലാക്ക് ഓഷ്യൻ, ഞാനൊരു കറുത്ത കടലാണ്. ലീപ്പിംഗ് ആൻഡ് വൈഡ്, ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉയർന്ന് വരുന്നത്, അതിന് വൈഡ് വിശാലമായിട്ടുള്ള. അപ്പം ഒന്ന് ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്, വൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കടലാണ്. പിന്നെ വെല്ലിംഗ് ആൻഡ് സ്വെല്ലിംഗ്, ഐ ബിയർ. വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഉയർച്ച തന്നെയാണ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികാസമാണ്. അപ്പം ഇവിടെ ഐ ബിയർ ഇൻ ദ ടൈഡ്, ഈ തിരമാലയിൽ ഞാൻ എന്താവുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ വഹിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാലത്ത് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നിട്ടല്ല, ഈ സാധനങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ എന്താവുന്നത്, ഉയരുന്നത്. അപ്പോൾ ഈ ചരിത്രത്തിലെ ഈ രേഖകളും അതോടൊപ്പം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള വെല്ലുവിളികളും ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പാഠങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ അനുഭവിച്ച യാതനകളും വേദനകളൊക്കെ അതൊക്കെ വഹിച്ചുകൊണ്ട് ശക്തമായിട്ട് എന്താവുകയാണ്, ഞാൻ ഉയർന്ന് എന്താവുകയാണ്, അങ്ങനെ പോവുകയാണ്. ലീവിങ്, ഇട്ടേച്ചുകൊണ്ട്, ബിഹൈൻഡ് നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ. ടെറർ എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ, ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയുടെ. അപ്പം ഭയത്തിൻ്റെയും ഭീകരതയുടെയും രാത്രികളെ ഉപേക്ഷിച്ചുകൊണ്ട്, അത് ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഒരുപാട് കാലം എന്ത് ചെയ്യുന്നു, ഇരുട്ടായിരുന്നു. നമ്മൾ പറയില്ലേ, ഈ ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പേടിയും പിന്നെ അതുപോലെ തന്നെ ഭയാനതകളൊക്കെ നിറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ നമ്മളെന്താക്കുകയാണ്, ഇരുട്ടിലിങ്ങനെ അങ്ങനെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താവുകയാണ്, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇൻറ്റു എ ഡേ ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രഭാതം, ഒരു സുപ്രഭാതത്തിലേക്ക് എന്താവുകയാണ്, നമ്മൾ വരികയാണ്. ദാറ്റ്സ് വണ്ടർസ്ലി ക്ലിയർ, വളരെ അത്ഭുതത്തോടെ തെളിഞ്ഞാന്ന് പറഞ്ഞാൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രഭാതം നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കാണ് എന്തായത് ഞാൻ എത്തിയിട്ടുള്ളത്. ബ്രിങ്ങിങ്, പിന്നെ വഹിച്ചുകൊണ്ട്, ദ ഗിഫ്റ്റിനെ വഹിച്ചുകൊണ്ട്, ദാറ്റ് മൈ ആൻസസ്റ്റേഴ്സ് ഗേവ്, എൻ്റെ പൂർവ്വപിതാക്കൾ തന്ന ആ ഗിഫ്റ്റിനെ വഹിച്ചുകൊണ്ട്. അതായത് പൂർവ്വപിതാക്കൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ത്യാഗങ്ങളും വേദനകളൊക്കെ ആണ് ഇവരുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഗിഫ്റ്റിൽ നിന്നാണ് ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ തന്ന ഈ ഗിഫ്റ്റുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്താവുകയാണ്, ഉയരുകയാണ്. ഐ ആം ദ ഡ്രീം, ഞാൻ സ്വപ്നമാണ്. ആൻഡ് ദ ഹോപ്പ്, പ്രതീക്ഷയാണ്. ഓഫ് ദ സ്ലേവ്, അടിമകളുടെ എന്ന് പറഞ്ഞാൽ ആൻസസ്റ്റേഴ്സിൻ്റെ. അന്ന് ഒരുപാട് യാതനകളും വേദനകളൊക്കെ അനുഭവിച്ച ഒരുപാട് അടിമകളുണ്ട്. ആ അടിമകളുടെ സ്വപ്നമാണ്, ആ അടിമകളുടെ പ്രതീക്ഷയാണ് ഞാൻ. അവർ അനുഭവിച്ച യാതനകളും വേദനകളുമൊക്കെ അതൊരു പിന്നെ ഗിഫ്റ്റായി എടുത്തുകൊണ്ട് ആ വേദനകളിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് ഐ റൈസ് ഞാനതാ ഉയർന്നു പോകുന്നു.